ജി വി പ്രകാശ് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കിങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു പടത്തിന് ടീസർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പോസ്റ്റർ നല്ല രസമുണ്ടായിരുന്നേ. ഫസ്റ്റ് പോസ്റ്റർ നല്ല രസം. അത് തന്നെ, ആ തമിഴിലായിരുന്നു ഫസ്റ്റ് പോസ്റ്ററായിട്ട് വന്നിരുന്നത്. സോ നമുക്ക് അതിൻ്റെ ടീസർ കണ്ടുപോകാം. പ്ലേ ചെയ്യട്ടാ. തമിഴ് തെലുങ്ക് ഹിന്ദിയിലേക്ക് കാണാം കേട്ടോ. ഓഡിയോ സെക്ഷൻ ഇരുട്ടാണല്ലോ. സോംബിയാണോ? இதுவரைக்கும் கடலுக்கு போன யாரும் விசுவோட திரும்பி வந்தது இல்லையா? നല്ല വിഷ്വലി രസമാണ്. வெறும் கட்டுக்கதுன்னு சொல்லி கூட்டியாங்க. இங்க பேய் நெசம் சாவு நெசம். അതുകൊള്ളായിരുന്നു. നല്ല ക്ലീൻ ഷോട്ട്. ഇന്ത്യസ് ഫസ്റ്റ് സീ ഫാന്റസി അഡ്വഞ്ചർ. ഹൊററല്ല. இந்த சமுத்திரத்தை கட்டியால ஒருத்தன் பிறந்துதான் வரணும். കിങ്സ്റ്റൺ ആണ് മാർച്ച് 7. വിഷ്വലി ഭയങ്കര സ്ട്രോങ് ആണ്. അതെ അതെ. ഇവർക്ക് ഈ തമിഴിൽ കുറേ വെറൈറ്റി ജോണറിൽ ഇവർ കുറേ സാധനങ്ങൾ അടിക്കും. അതിൽ കുറേയൊക്കെ ചീറ്റിപ്പോവും. പക്ഷേ ഒരുപാട് നല്ല ഐഡിയാസ് ഇവർ കൊണ്ടുവന്നിട്ട് ഈ സ്ഥിരം ടെംപ്ലേറ്റിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അങ്ങനെ കുറേ പടങ്ങൾ അവിടെ ഇറങ്ങാറുണ്ട്. ഇത് കാണുമ്പം നമുക്കിപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് കുറേ ഹോളിവുഡ് പടമൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഗോസ്റ്റ് ഷിപ്പ് പോലത്തെ സിനിമ അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് പക്ഷേ ആ ഗോസ്റ്റിന്റെ എലമെന്റ് കൺഫേം ചെയ്തിട്ടില്ല. അവർ ഫാന്റസി ഫിലിം എന്ന് പറയുന്നത് ഫാന്റസി അഡ്വഞ്ചർ. എനിക്ക് തോന്നുന്നു ഈ ഒരാളിങ്ങനെ ഇരുന്ന് കഥ പറയും, ഇങ്ങനെ ഗോസ്റ്റ് ഉണ്ട് അതുണ്ടെന്നൊരു കഥ പറഞ്ഞ് എന്തോ ഇവരെ കൊണ്ട് ചെയ്യിക്കും. പക്ഷെ ആ കഥ പറയുമ്പോൾ ഉള്ള വിഷ്വൽ ആയിരിക്കും അതൊക്കെ. ഇത് ഗോസ്റ്റ് ആക്ച്വലി ഇല്ലായിരിക്കും പടത്തിൽ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവരത് കൺഫേം ചെയ്താണ് ഇങ്ങനെ ഹൊറർ ജോണർ എന്നൊക്കെ പറഞ്ഞു. ഹൊറർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനൊരു ഇതല്ലാതെ കുറച്ചുകൂടെ ഈ ഇതിൻ്റെ സ്റ്റോറി ലൈനില്ലേ ഇപ്പോൾ ഈ പ്രേതങ്ങൾ എന്നുള്ള എലമെൻറ്റിനെ കുറച്ചുകൂടെ ഫാൻറ്റസിക്കലായിട്ട് അവർ, അതായത് ഇപ്പോൾ അതുണ്ട് അവിടെ. ഇവർ പറയുന്നുണ്ടല്ലോ പെയ്യും നെജം പിന്നെ കടലും നെജം എന്ന് പറയുന്നുണ്ടല്ലോ. സോ അപ്പോൾ ആ എലമെൻറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ പോകുന്നതിൻ്റെ ഒരു കോസ് ഉണ്ടാവും. ഇവർക്ക് എന്തെങ്കിലും നീഡ് ഉണ്ടാവും. ആ നീഡിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചെല്ലുന്നത്. സോ ഇപ്പോൾ അത് കടന്നു പോകണമെങ്കിൽ ഇങ്ങനൊരു ഭാഗം ആ ബോട്ടിനകത്ത് പടത്തിൻ്റെ മെജോറിറ്റി നടക്കുന്നത് അവിടെ ആയിരിക്കും തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ബഡ്ജറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് VFX നന്നാക്കി പോളിഷ്ഡ് ആക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടതില് VFX ഈ പറഞ്ഞ ഫുൾ പടത്തില് ഓവർ യൂസ്ഡ് ആകുക എന്നുള്ളൊരു സംഭവം ഉണ്ട് ഇവർക്ക്. ഇവർക്ക് VFX ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഇവരുടെ ലൈറ്റിങ് ഭയങ്കര ഡിം ആയതുകൊണ്ട് കുറെ മറയ്ക്കാനുള്ള ഒരു, പിന്നെ വളരെ സ്ട്രോങ് ആണ്, ഒരു സെൻസ് ഓഫ് വിഷ്വൽ ഭയങ്കര സ്ട്രോങ് ആണ്. അല്ല എനിക്ക് സംബന്ധിച്ചാൽ ഇവര് യൂഷ്വലി ഇപ്പൊ ഈ സിനിമയിൽ ഇതുപോലെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന നല്ല VFX ഉള്ള ഒരുപാട് പടങ്ങളുണ്ട്. ഇവർ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം വരുമ്പോൾ പടത്തിൽ ഇത് കുറച്ച് ഹെവി ആയിട്ട് VFX-ൽ ഇവർ റിലേ ചെയ്യും. അതിലാണ് ഇവർക്ക് പണി പാടുന്നത്. ഇവർക്ക് ഈ ട്രെയിലറിൽ കാണുന്ന നല്ല ഷോട്ടുകളല്ലാതെ സിനിമയിൽ ചിലപ്പോൾ ഒരു സീക്വൻസിൽ ഈ VFX ത്രൂ ഔട്ട് വരുമ്പോഴാണ് അതാണ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ പ്രേതത്തിന്റെ മേക്കപ്പ് പരിപാടിയൊക്കെ ട്രെയിലർ വരുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് കുറച്ചുകൂടി. ഇപ്പൊ നമ്മളിപ്പോ ഈ ടീസർ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ആണ് കാണുന്നത്. ഷോർട്ടസ്റ്റ് ഫോം ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ എലമെന്റ്, പാട്ട്, ഇടി എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അതായിരിക്കും ചിലപ്പോൾ ഈ വരുന്ന കോംപ്രമൈസ്. ഈ നേരത്തെ ടെംപ്ലേറ്റിലേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്തോട്ട് ഈ പുതിയ ആശയം പ്രസന്റ് ചെയ്യുമ്പോൾ പുള്ളി ഇന്ന വേണമെന്ന് പറഞ്ഞാൽ കയറുന്നതായിരിക്കും. അത് അവർക്കില്ലാത്തത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലൈനിലാണ് അവരെ അവതരിപ്പിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ജോണർ പടമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അത് ഒരുപാട് തമിഴ് നിരൂപകർ, സിനിമ നിരൂപകർ പറഞ്ഞിട്ടുണ്ട്. തമിഴിൽ ആക്ച്വലി ഈ പറയുന്ന പോലെ പാരലൽ സിനിമ, ജോണർ സിനിമ എന്നൊന്നുമില്ല. ഇല്ല, എല്ലാം ഒരു ഒറ്റ ജോണറാണ്. അതിൻ്റെ തായ് വഴികൾ ഇങ്ങനെ വേരിയേഷൻസ് ആണ്. അതെ, കഴിഞ്ഞിടയ്ക്ക് ഇവർക്ക് കൊട്ടുക്കാളി എന്ന് പറഞ്ഞ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് ആ സിനിമയുടെ ഡയറക്ടറോട് ഈ സിനിമ തിയേറ്ററിൽ ഇറക്കാൻ ഉള്ള ഐഡിയ അവർക്കില്ല. പക്ഷേ ഇത് OTTക്ക് പോകണമെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നുള്ള നിർബന്ധം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇവർ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുക. അന്ന് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മീൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്നുള്ള. അതായത് ക്ലൈമാക്സ്, കൊട്ടുകാരൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പണൻ്റാണ്.
അത് കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അത് ഭയങ്കര ലെറ്റ് ഡൗൺ ആണ്. അപ്പോൾ അവർ പറഞ്ഞത് അത് മാറ്റണം, കുറച്ചുകൂടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്, അതായത് ഇവിടെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന പോലെ ഒരു എൻഡിങ് കൊടുക്കണം എന്നുള്ള നിർബന്ധം പറഞ്ഞതിന് ശേഷം ഡയറക്ടർ സമ്മതിച്ചില്ല. അത് വേണ്ട, ഒരു തരത്തിലും പ്രേക്ഷകന്റെ ബുദ്ധി ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. ഇല്ല, അത് ഈ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ റിലീസ് മാറ്റിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് അവർ റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത്രയും ഫെസ്റ്റിവൽ കളിച്ച് നല്ല ഇതൊക്കെ ഉണ്ടാക്കി തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടില്ല. മിക്സ്ഡ് റിവ്യൂ ഒന്നുമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കോമൺ ഓഡിയൻസിന് ഇത് പറ്റൂല, അവർക്കത് സെറ്റ് ആവത്തില്ല. അവർക്ക് പടം ഒരു പോയിന്റ് വരെ അവർ ഓക്കെ ആയിരുന്നു സിനിമയിൽ. അത് കഴിഞ്ഞപ്പോൾ അവരെപ്പോഴും പറയുന്നത് മലയാള സിനിമ പോലെ എന്നുള്ള അങ്ങനെ ഒരു പോയിന്റ് വരെ അവരത് ആക്സെപ്റ്റ് ചെയ്തു. ബട്ട് ടുവേർഡ്സ് ക്ലൈമാക്സ് പടം അവർക്ക് അങ്ങനെ കുറച്ച് സമയം എടുത്ത് കഥ പറഞ്ഞാൽ മലയാളം പോലെ സ്ലോ ആണെന്ന് പറയുന്നത്. അതായത് മലയാളം സിനിമയിൽ ഒരു സിനിമയ്ക്ക് ഒരു പേസ് ഉണ്ട്, ആ പേസിങ് ഇവരെ സംബന്ധിച്ച് സ്ലോ ആയി. ഇവർക്ക് എല്ലാം ഇങ്ങനെ മറ്റേ കട്ട പറഞ്ഞു പോകണം. അതാണ് പ്രശ്നം. പറയാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി. അതാണ് നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് അധികം ഡയലോഗ് അടിക്കേണ്ട, ഒറ്റ ഡയലിൽ പരിപാടി പറഞ്ഞിട്ട് പോവുക, ആക്ഷൻ പാട്ട് പരിപാടിയൊക്കെ പോവുക. ഈ പാട്ട് അല്ലെങ്കിൽ ഈ റൊമാൻറ്റിക് പോർഷൻസ് ഇതൊക്കെ സിനിമയിൽ നിർബന്ധമാണ് അവർക്ക്. അതായത് അതാണ് സിനിമ കാണുമ്പോൾ ഒരു ടെംപ്ലേറ്റോട് കൂടിയാണ് അവർ കാണാനിരിക്കുന്നത്. എനിക്ക് ആരാണ് ഹീറോ എന്നറിയണം, ആരാണ് ഹീറോയിൻ എന്നറിയണം, ഇവരെപ്പോൾ കണ്ടുമുട്ടുന്നു എന്നറിയണം, ആരാണ് ഇതിന്റെ വില്ലൻ എന്നറിയണം. ആ ടെംപ്ലേറ്റ് ഉണ്ട്, ഇതിന്റെ സ്റ്റാർട്ടിങ് എൻഡ്, ഇതൊക്കെ ഇതാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു പടം കാണുമ്പോഴത്തേക്ക് ഈ ടെംപ്ലേറ്റിന്റെ ഈ ബോക്സിലേക്കൊന്നും ഈ സാധനം ഒന്നും വീഴാത്ത ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതല്ലാതെ ഓപ്പൺ എൻഡഡ് ആയിട്ട് ഒരു സിനിമ വന്ന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം എന്ന ലൈനിൽ വരുന്നത്. അതായത് പ്യുവർ ജോണർ പടം, അതെ, പ്യുവർ ജോണർ പടം അവർക്ക് കംപ്ലീറ്റ്ലി വർക്ക് ആവില്ല. ഇപ്പൊ അങ്ങനത്തെ സിനിമകൾ നമ്മുടെ മലയാള സിനിമ കണ്ടപ്പോൾ അവർ പറയുന്നത് അറ്റംപ്റ്റ് വൈസ് കൊള്ളായിരുന്നു, ബട്ട് എന്നാലും ലാഗ് ആണ്, അല്ലെങ്കിൽ ഇത് പുരിയല്ലേ ഇവിടെ പുരിയല്ലേ എന്ന് പറയുന്നത്. ഞാൻ ഈ ബ്രഹ്മയുഗത്തിന്റെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് വെറും വേസ്റ്റ് എന്ന് പറഞ്ഞ പടം. അപ്പൊ അത് ആ ഓഡിയൻസിനെ ഇങ്ങനെയുള്ള സിനിമകളിലേക്ക്, അഭിരുചികളിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ കുറച്ച് സമയം എടുക്കും ഓരോ ഓഡിയൻസ്. ഇപ്പൊ നമുക്ക് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ രാജ്യത്തെയും സിനിമകൾ ശീലിച്ചതുകൊണ്ട് ഇവിടെ കൊറിയനും ഈ പറഞ്ഞ പോലെ മറ്റേ അറബിക് പടങ്ങളും അല്ലെ എന്തൊക്കെ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇറാനിയൻ പടങ്ങൾ. അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പാലറ്റ് ഭയങ്കര വൈഡ് ആയതുകൊണ്ട് എന്ത് എക്സ്പെരിമെന്റ് നടത്തിയാലും ഓക്കെ. പിന്നെ നമ്മളുടെ ഫിൽം മേക്കേഴ്സിന് പാടാതെ എന്ത് കൊണ്ടുവന്നാലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ കുറേ പ്രവർത്തിക്കേണ്ട ഈ പ്രശ്നമാണ്. നമ്മൾ അത്രയും സിനിമകൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് പടങ്ങൾ കണ്ട പരിചയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അത് അത്ര ഫ്രഷായിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ബട്ട് അവർക്ക് ഇപ്പം ഈ പടം കണ്ടില്ലേ, ഇപ്പം ഇതിൻ്റെ പ്യുവർ ആയിട്ടൊരു ജോണർ പടം പോലെ, ഇപ്പം ഇവർ പറയുന്ന ഫാൻറ്റസി അഡ്വഞ്ചർ ആയിട്ടുള്ള ആ ജോണർ പടമായിട്ട് ഇവർക്ക് ഇതിനെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ സിനിമ വരുമ്പോൾ അങ്ങനെ ആവുമെന്ന് അറിയില്ല. ബട്ട് എന്നാലും ഇതുവരെ വന്ന തമിഴ് സിനിമ വെച്ച് നോക്കിയാൽ ഇതിനകത്തും ഈ പറഞ്ഞ നായിക, റൊമാൻസ്, പാട്ട് പരിപാടികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെ ആയിരിക്കും ഈ സിനിമ കൂടുതൽ താഴോട്ട് പോകുന്നത്. ഈ കണ്ടത് വെച്ചിട്ട് നമുക്കിത് അതെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ആണ്. പിന്നെ ട്രെയിലർ വരുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ കിട്ടാൻ ചാൻസ് ഉണ്ട്.